ഭേദഗതി ബില്ലിൽ ചർച്ച 8 മണിക്കൂർ ആണ് ലോക്സഭയിൽ നടക്കുക. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു ബില്ല് അവതരിപ്പിക്കും. അതിൽ ചർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്യും. ഈ 8 മണിക്കൂറിൽ 5 മണിക്കൂറോളം ഭരണപക്ഷത്തിന്, അതായത് NDAക്ക് വേണ്ടിയാണ് നീക്കിവെച്ചിരിക്കുന്നത്. ബാക്കി 3 മണിക്കൂറാണ് മറ്റ് പ്രതിപക്ഷ അംഗങ്ങൾക്ക് ബില്ലിൽ ചർച്ചയ്ക്കുള്ള സമയം നിലവിൽ ലോക്സഭയുടെ പട്ടിക പ്രകാരം അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ സമയം വേണമെന്ന്, അതായത് 12 മണിക്കൂർ ചർച്ച വേണമെന്ന് ഇന്നലെ കാര്യോപദേശക സമിതി യോഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് 8 മണിക്കൂറാക്കി നിശ്ചയിക്കുകയായിരുന്നു സർക്കാർ. ഈ 8 മണിക്കൂറിൽ കൂടുതൽ ചർച്ച ആവശ്യമാണ് എങ്കിൽ അതിന് സർക്കാർ തയ്യാറാണെന്നും കൂടുതൽ ക്രിയാത്മകമായി പ്രതിപക്ഷം ഈ വിഷയത്തിൽ ചർച്ചയിൽ ഇടപെടണം എന്നുമുള്ള ഒരു കാര്യമാണ് ഇന്നലെ ഭരണപക്ഷവും സർക്കാരുമെല്ലാം മുന്നോട്ട് വെച്ചത്. എന്തായാലും ഈ ഭേദഗതി ബില്ലിനെ ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണി ഇന്നലെ MP-മാരോട് തിരിച്ച് ലോക്സഭയിലേക്ക് മടങ്ങാനും ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്ത് ബില്ലിനെതിരെ വോട്ട് ചെയ്യാനും ഈ പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോക്സഭയിൽ ബില്ല് ഭരണപക്ഷത്തിന്, അതായത് സർക്കാരിന് പാസാക്കിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് നിലവിലെ അവസ്ഥ. കാരണം BJPക്ക് സ്വന്തമായി ഉള്ള അംഗങ്ങൾക്ക് അപ്പുറം BJPയുടെ NDA ഘടകകക്ഷികളായിട്ടുള്ള JDU, അതേപോലെ തന്നെ തെലുങ്കുദേശം പാർട്ടി, ഇവർ രണ്ടുപേരും ബില്ലിന് പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബില്ല് സഭയിൽ പാസാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസമാണ് സർക്കാരിനും ഭരണപക്ഷത്തിനുമുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വഖഫ് നിയമത്തിൽ 1995 വഖഫ് നിയമത്തിൽ 44 ഭേദഗതികളാണ് ഈ ബില്ലിലൂടെ സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. നിലവിലുള്ള 95 നിയമം അനുസരിച്ച് ഒരു വസ്തു വഖഫ് ആണോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം വഖഫ് ബോർഡിനാണ്. ഒരു വസ്തു വഖഫ് ആണെന്ന് ഈ വഖഫ് ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഹൈക്കോടതികളിലോ അല്ലെങ്കിൽ സുപ്രീം കോടതികളിലോ ഒന്നും ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല. വഖഫ് ട്രിബ്യൂണലിന് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുക. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ മുനമ്പം വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തത്. കാരണം മുനമ്പത്ത് ഉള്ള 130ഓളം ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ നിലവിൽ തർക്കവസ്തുവായിരിക്കുന്നത്. അതിൽ 610 കുടുംബങ്ങൾ കഴിഞ്ഞ 50 വർഷമായി താമസിക്കുകയാണ്. 2019 ഈ വസ്തു വഖഫ് വസ്തുവാണെന്നുള്ള കാര്യം കേരള വഖഫ് ബോർഡ് പ്രഖ്യാപിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോഴിക്കോടുള്ള വഖഫ് ട്രിബ്യൂണലിൽ ഹർജികൾ നിലവിലുണ്ട്. അത് വഖഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലാണ്. ആ സമയത്തായിരുന്നു ഇവിടെ സമരം ആരംഭിച്ചത്. ഈ വിഷയത്തിനൊരു പരിഹാരം കാണാൻ, അതായത് മുനമ്പത്തെ ഈ 610 കുടുംബങ്ങൾ അനിശ്ചിതകാലമായി തുടരുന്ന സമരത്തിനുൾപ്പെടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള സമരങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ ഒരു പരിഹാരം കാണാനായിട്ട് ഈ പുതിയ വഖഫ് ഭേദഗതി നിയമം മുൻകാല പ്രാബല്യത്തോടുകൂടി പാസാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് പ്രതിവിധി എന്നുള്ള നിലപാടാണ് BJPക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും സർക്കാരും BJPയും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കേരളത്തിലെ കാര്യമെടുത്താൽ കേരളത്തിലെ പ്രമുഖ ക്രിസ്ത്യൻ സംഘടനകളായിട്ടുള്ള KCBCയും അതുപോലെ തന്നെ CBCIയും കേരളത്തിലെ 20 MP-മാരോടും ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് പാർലമെന്റിൽ വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും, അതായത് കോൺഗ്രസും CPMന് ഒരു MP ആണുള്ളത്, കോൺഗ്രസ് MP-മാരും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ബില്ലിനെ എതിർക്കും, ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇന്നലെ വൈകുന്നേരം മുതൽ KCBCയുടെ വിവിധ മാർഗങ്ങളിലൂടെ അവർ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി KCBC വക്താവിന്റെ ഒരു പ്രതികരണം പുറത്തു വന്നത്, ഈ വിഷയത്തിൽ ബില്ലിനെ അനുകൂലിച്ച് ഒരു സമീപനം പാർലമെന്റിൽ എടുത്തില്ല എങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ ഇതിന്റെ ഒരു പരിണിത ഫലം രണ്ട് പാർട്ടികളും അറിയേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി KCBC മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും 12 മണിക്ക് ഈ ബില്ലിലുള്ള ചർച്ച പാർലമെന്റിൽ തുടങ്ങും. ഏതാണ്ട് നിലവിലെ സമയക്രമം അനുസരിച്ചാണെങ്കിൽ 8 മണിവരെ, രാത്രി 8 മണിവരെ ഈ ചർച്ച നീണ്ടുപോകും. അതിലും അപ്പുറത്തേക്ക് ഈ ചർച്ച, അതായത് 10 മണിയോ അതിനപ്പുറത്തേക്കോ ഈ ചർച്ച നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്.